സണ്ണൊക്കെ നല്ല ഫ്ലോ ഉണ്ടോ? കാനഡ വന്ന ദിവസം കാനഡ വന്ന ദിവസം കേരളപ്പിറവി ആഘോഷിക്കുമ്പോൾ കാനഡയുടെ സ്വീറ്റാണ് ആണ്. ഇവിടെ കണ്ട പ്രൊഫഷണൽ ഫുഡ് ബ്ലോഗറിനെ പോലെ സംസാരിക്കുന്നു. ജ്യൂസിയാണ്, ടിൻഡർ ആണെന്നൊക്കെ ഒരുപാട് സൈഡായി കിട്ടുന്നുണ്ട് കേസ്. എല്ലാരും നമ്മളെ തന്നെ നോക്കുന്നു. അത് പുറത്തോട്ട് തുടങ്ങി അന്നൊന്നും നടന്നിട്ടില്ല. ആന്റി ഉപയോഗിക്കുന്ന ഫോൺ. ഹലോ ഗൈസ്, എല്ലാവർക്കും വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് എന്ത് വ്ളോഗാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. എവിടെ ഹലോ പറ. ഹായ്. നമ്മൾ എന്താണ് ഇന്നത്തെ പ്രത്യേകത? കാനഡ ഡേ. വ്ളോഗിൽ വരത്തില്ല എന്ന് പറഞ്ഞ ഒരുത്തിയാണ് ഇപ്പൊ അവള് വിളിച്ചു നിൽക്കുന്നത്. പറയൂ, നീ എന്തുകൊണ്ട് വരുന്നില്ല വ്ളോഗില്? ഇന്ന് കാനഡ ഡേ ആണ്. അപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ ഒരു പാർക്ക് ഉണ്ട് അടുത്ത്, റിവർ സൈഡ് പാർക്ക് എന്നാണ് പേര്. ആ പേരിൽ ഒരുപാട് പേർക്ക് കാനഡ കാണും. അങ്ങനെ ഒരു പാർക്കിലോട്ട് നമ്മൾ ഫയർ വർക്ക്സും മറ്റു സാധനങ്ങളും കാണാൻ വേണ്ടി പോവാണ്. എന്തോ സാധനങ്ങൾ? ഫുഡ് ട്രക്ക്. അവിടെ റൈഡൊക്കെ കാണുമെന്ന പ്രതീക്ഷയിലാണ്. കാരണം കഴിഞ്ഞ കൊല്ലം അതിന് മുമ്പത്തെ കൊല്ലം നമ്മൾ പോയപ്പോൾ എവിടെ വന്നിട്ടില്ല, പക്ഷെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫുഡ് ട്രക്കും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡോണ്ട് ഗീവ് മീ സൈഡായി, ഓക്കെ? അപ്പം അതാണ്, അവിടെ പോകുന്നതാണ് നമ്മൾ വ്ളോഗ്. നമ്മളിപ്പം ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് അവിടുത്തെ മൊത്തത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് വ്ളോഗ് ചെയ്ത് കാണിച്ചു തരാം. കാനഡയുടെ ഡേയുടെ പിന്നിലുള്ള ഹിസ്റ്ററി അറിയാവോ? അറിയത്തില്ലെങ്കിൽ അവള് പറഞ്ഞു തരും. കാനഡ വന്ന ദിവസം കേരളപ്പിറവി ആഘോഷിക്കുമ്പോൾ കേരളം ഉണ്ടായത് എങ്ങനെ? മറ്റേ മഴ പറഞ്ഞിട്ട്. അപ്പൊ കാനഡ ഉണ്ടായത് എങ്ങനെ? പറ. ഇതൊക്കെ എനിക്കും അറിഞ്ഞൂടാ കാനഡയുടെ പിറകിലുള്ള ഹിസ്റ്ററി എന്താണെന്ന്. ഇത് എഡിറ്റ് ചെയ്യുന്ന ആള് സൈഡിൽ ഇവിടെ ഒരു ബോക്സിൽ വെക്കുന്നതായിരിക്കും. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ ഈ പറഞ്ഞ സ്ഥലത്തിലോട്ട്. ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. സാധാരണ ഒരു ടീഷർട്ടും ഷോർട്സും. നിന്റെ ഔട്ട്ഫിറ്റ് എന്താണ്? കീറിയ ഷോർട്സ്. ഇതിനാണ് ടോൺ ടീഷർട്സ് എന്ന് പറഞ്ഞാൽ. നീ അല്ലേ പറഞ്ഞത് സ്ലീവ്ലെസ് ഇട എനിക്ക് പുള്ളി ചെയ്യാൻ പറ്റുമെന്ന്. എന്നിട്ട് വേണ്ട പുള്ളി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവള് തിരിച്ച് പോകുന്നു എന്നെ പൂച്ചിച്ചിട്ട്. ഇതാണ് നമ്മുടെ നെയ്ബർഹുഡ് കേസ്. പീസ്ഫുൾ ആൻഡ് പ്ലസന്റ് നെയ്ബർഹുഡ്. ഇവിടെ നിന്ന് കാറൊന്നുമില്ല. കാർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പോയേനെ. കാറിൽ വേണേൽ പോവായിരുന്നു, പക്ഷെ കാറിലാണല്ലോ നമ്മൾ പോണേ. അതെ, നമ്മൾ വല്ലവരുടെ കാറിലാണെന്നേ ഉള്ളൂ. അപ്പോൾ ക്വിക്ക് അപ്ഡേറ്റ്. നമ്മൾ സ്ഥലത്തെത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത്, ഇവിടെ ഉള്ള ആൾക്കാർ പറയുന്നു ഇവിടുത്തെ ഇന്നത്തെ ഇവന്റ് ക്യാൻസൽ ചെയ്തെന്ന്. ഏതാണ്ട് ക്യാമറ അവിടെ രക്ഷപ്പെടുന്ന ഒരു സ്ത്രീ. ഇവിടുത്തെ ഇവന്റ് ക്യാൻസൽ ചെയ്തു. കാരണം കുറച്ച് മുമ്പ് ഇവിടെ ഭയങ്കര മഴയായിരുന്നു. നമ്മൾ സ്ഥലത്തെത്തി, റിവർ സൈഡ് പാർക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഐഡിയ ഇല്ല. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോയിട്ട് ഇവിടെ ചുമ്മാ നടന്നു പോയി നോക്കാം. ഇവിടെ നിന്ന് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ പിടിയില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് ഗൈസ്. ഇതാണ് പാർക്ക് ബൈ ദ വേ. ഈ പാർക്കിലാണ് വളക്കേണ്ടത്. സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഏരിയ ഉണ്ടോ, ലൈക്ക് ഏത് ഏരിയ? ഈ ഒരു ഏരിയയിൽ ഫുള്ള് ആളും ബഹളവും വരേണ്ടതാണ്. അവിടെ ഇവൻസും സ്റ്റേജ് ഷോസും എല്ലാം ഉണ്ടാവേണ്ടതാണ്. പക്ഷെ എല്ലാം ക്യാൻസൽഡാ. സോ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പിടിയില്ല. എന്താണ് ഈ അവസരത്തിൽ നിനക്ക് പറയാനുള്ളത്? ഇതെന്തോന്ന് പറച്ചില്? അപ്പോൾ ഓക്കെ ഗൈസ്, എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വ്ളോഗ് വരുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഈ വ്ളോഗ് വെളിച്ചം കാണാതെ മറ്റൊരു വ്ളോഗ് എപ്പിസോഡ്, വെളിച്ചം കാണാത്ത ഫസ്റ്റ് എപ്പിസോഡ് മറ്റൊരു എപ്പിസോഡ് നമുക്കുണ്ടായിരുന്നു ഇതുപോലെ വെളിച്ചം കാണാത്ത. അതുപോലെ മറ്റൊരു എപ്പിസോഡായിട്ട് ഇതും വെളിച്ചം കാണാതെ പുറത്തോട്ട് പോകുന്നു. അതാണ് സത്യം. ഞാൻ എന്നൊക്കെ വ്ളോഗ് ചെയ്യാൻ തീരുമാനിക്കുന്നു അന്നൊന്നും നടക്കത്തില്ല. ഇതൊരുമാതിരി വല്ലാത്ത പരിപാടിയാണ് ഗൈസ്. നമ്മൾ ഇതോടുകൂടി ഇതും പുതിയ മൈക്കൊക്കെ മേടിച്ചതിന് വേണ്ടിയിട്ട് എന്തിനാണോ എന്ന് ചോദിച്ചിട്ട് എനിക്കറിയാം ഗൈസ്. ഇപ്പോൾ ക്വിക്ക് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ തീരുമാനിച്ചു നമ്മൾ എങ്ങോട്ട് പോവാണെന്ന്, കിഷ്ണറിലോട്ട് പോവാണെന്ന്. കിഷ്ണർ ഡൗൺ ടൗണിലോട്ട് പോകാനാണ് ഇപ്പോഴത്തെ നിലവിലെ പ്ലാൻ. കാരണം നമ്മൾ അവരുടെ സിറ്റി ഓഫ് കിഷ്ണറിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കിയപ്പം ഇവൻസിൽ ചേഞ്ചസ് ഒന്നുമില്ല, പക്ഷെ സ്കെഡ്യൂളിൽ അപ്ഡേറ്റ് ഉണ്ടാവാനാണ് ചാൻസ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ വിച്ച് മീൻസ് നമ്മൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും ആയിരിക്കുമല്ലേ, എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഊബർ എടുക്കുന്നില്ല, ബസ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പ് ഉണ്ട്, ഇവിടെ നിന്ന് ബസ്സുണ്ട്. ബസ് സ്റ്റോപ്പിലോട്ട് വലിയ ദൂരമില്ല നടക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്.
ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റിൽ ബസ്സുണ്ട്. ബസ് കയറി പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ട്രാം എടുക്കണം. ട്രാം എന്ന് പറയുന്നത് ട്രെയിൻ പോലെയാണ്, പക്ഷേ സാധനം റോഡിൽ കൂടെയാണ് ഓടുന്നത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതിൻ്റെ ഈ ഐഫോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിൽ കാണിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ആൻഡ്രോയിഡ് പോലെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒറ്റയടിക്ക് ക്യാമറ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഐഫോണിന് ഇതില്ല. ഈവൺ ദോ ക്യാമറ ക്വാളിറ്റി ഇല്ല അടിപൊളിയാണെങ്കിലും ഈ ഒരു പരിപാടി എനിക്ക് ഇഷ്ടമില്ല. കാരണം നമുക്ക് ക്യാമറ ഫ്ലിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബാക്ക് ക്യാമറ കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. സോ സാഡ്. അവൾ ഉപയോഗിക്കുന്നുണ്ട് ഐഫോൺ SE. ഷീ ബാഡ്ലി നീഡ്സ് ആൻ അപ്ഗ്രേഡ്. ബാഡ്ലി. ദിസ് ഇസ് ആന്റി ഉപയോഗിക്കുന്ന ഫോൺ. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. ക്ലൗഡി ആണെന്ന്. പക്ഷെ മഴയൊക്കെ ഇത് തണ്ടർ സ്റ്റോം വാണിങ്ങാണ്. പക്ഷെ 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി എന്നൊക്കെ നിങ്ങൾക്ക് നാട്ടിലുള്ളവർക്ക് കേൾക്കുമ്പോൾ തോന്നുന്നു 30 ഡിഗ്രി ഒക്കെ ഒരു ചൂടാണോന്ന്. നമ്മൾ കാരണം ഇവിടെ ഈ 20-ലും 10-ലും 15-ലും നിൽക്കുന്ന നമുക്ക് എന്താണിത് ചൂട് തന്നെയാണ്. പിന്നെ നമുക്ക് ഒരുപാട് സൈഡായി കിട്ടുന്നുണ്ട് കേസ്. എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നു. അത് ഇത് ബ്ലോഗ് ആയിരിക്കും ചിലപ്പോ. പക്ഷെ ഞാൻ ഇങ്ങനെ എനിക്ക് സോഷ്യൽ ആൻസൈറ്റി ഒന്നും ഉള്ള വ്യക്തിയാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് എവളും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തിലാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നമ്മൾ വ്ളോഗ് ചെയ്യണ കണ്ടിട്ട് ആരോ നമ്മളുടെ അടുത്ത് 2 പയ്യന്മാരൊന്നും ചോദിച്ചു നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ, ടിക്ടോക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ടെന്ന്. നമുക്കിതൊന്നുമില്ലേ. നമ്മൾ പറഞ്ഞ ആദ്യത്തെ വ്ളോഗാണ്. അതാണ് എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ 4-3-7 ഫോളോവേഴ്സ് ഉണ്ട്. പിന്നെ പ്രൊഫഷണലിന് വേണ്ടിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം തുടങ്ങണം. യുനോ എല്ലാരും വെള്ളം ചുപ്പൊക്കെ ഇട്ട് ഭയങ്കര ഇതായിട്ട് വന്നിട്ട് ഇവന്റ് ക്യാൻസൽ. ദാറ്റ്സ് ലൈക്ക് നാളെ ഒരു മറ്റേ നാളത്തേക്ക് ചിലപ്പോൾ ഒരു റീസ്കെഡ്യൂൾ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ സിറ്റി ഓഫ് കേംബ്രിഡ്ജ് ലോക്കലി നാളെ എല്ലാവർക്കും അവധി കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി. എന്തൊരു ചൂടെന്നൊക്കെ എടുത്ത് വ്ളോഗിലിടല്ലെന്ന് പറയണം എൻ്റെ അടുത്ത്. എന്തോന്ന് എന്തൊരു ചൂടെന്നാ. തിരുവനന്തപുരം സ്ലാങ്. നമ്മൾ തിരുവനന്തപുരക്കാരനാണ്, അവൻ കൊല്ലംകാരനാണ്, അവനൊന്നൊരു വിഷയമേ അല്ല. മലയാളിനെ അപ്പൊ കുഴപ്പമില്ല. അയ്യോ പിന്നെ ഇംഗ്ലീഷുകാരനാണ്. റിച്ചിൻ മലയാളം വ്ളോഗ് എഡിറ്റ് ചെയ്യുന്നവൻ ഇംഗ്ലീഷുകാരനാണെന്നാണ് എന്റെ വിചാരം. ശരിയാ. റിച്ചിൻ സുരേഷ് കൊല്ലംകാരൻ. ഹലോ ഗൈസ്, നമ്മൾ ബസ് കയറി ഇവിടെ ഫെയർവീൽ വന്നിരിക്കണം. ഫെയർവീൽ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് നമ്മളൊരു ട്രാം എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. നമ്മൾ അവസാനം ഡൗൺ ടൗൺ കിച്ചണറിൽ എത്തിയിരിക്കുവാണ്. ഇവിടെ പരിപാടി ഉണ്ട്. ഭയങ്കര ആളും ബഹളമൊക്കെ ഉണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് ഫുഡ് ട്രക്കുകളുണ്ട്. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് ട്രക്ക് നമുക്ക് വിശപ്പുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് നോക്കണം. ഇവിടെ ഐസ്ക്രീം ഉണ്ട്, ടാക്കോസ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. കേസ് നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? I want to try tacos. You want to try tacos? $7 each. That's not bad. ഇവിടെ റൈഡ് ഒക്കെ ഉണ്ടോ നോക്കട്ടെ. റൈഡ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇവിടെ എന്തോ കാര്യമായി നോക്കുന്നുണ്ട്, എന്തോ കണ്ട് കൊതി വിടുന്നുണ്ട്. ഇവിടെ കളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഫുട്ബോളാണ്, സോക്കർ. ഇവിടെ ഉള്ളവർ തന്നെ സോക്കർ എന്നാണ് പറയുന്നത്. ഫുട്ബോൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെ ലോജിക് എന്താണെന്ന്. കൈകൊണ്ട് കളിക്കുന്നത് ഫുട്ബോൾ എന്നും കാലുകൊണ്ട് കളിക്കുന്നത് സോക്കർ എന്നും. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഏറ്റവും കൂടുതൽ ക്യൂ ഉള്ള കടയിൽ പോയി ക്യൂ വെക്കാം. അതൊരു നല്ല ഐഡിയ അല്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ ക്യൂ തിരക്കുള്ള ഇവിടെ അതാണെന്ന് തോന്നുന്നു. ഇവിടെ ഏറ്റവും തിരക്കുള്ള കട സീരിയസ്ലി ഇവിടെ കഞ്ചാവ് കടയിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ തിരക്ക്. നമുക്ക് എന്ത് ചെയ്യാം? ഓ നല്ല എൻ്റെ സണ്ണൊക്കെ നല്ല ഗ്ലോ ഉണ്ടോ സ്കിൻ ഗ്ലോ ഉണ്ടോ? ഗൈസ്, നമുക്ക് ടാക്കോസ് കിട്ടിയിരിക്കുകയാണ്. നമ്മളപ്പോൾ ഇനി ഇരിക്കാനായിട്ടുള്ള ഒരു സ്ഥലം നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ച് ബെഞ്ചസ് ഉണ്ട്. അവിടെ എവിടെയെങ്കിലും പോയി നമുക്ക് എന്ത് ചെയ്യാം, ഇരുന്ന് ടാക്കോ കഴിക്കാനുള്ള ഒരു സെറ്റപ്പിലോട്ട് നോക്കാം. ടാക്കോസ് എവിടെ ആദ്യമായിട്ടാണ് ടാക്കോ ട്രൈ ചെയ്യുന്നത്. KFC കിട്ടും ടാക്കോ, പക്ഷേ ഇത് ഒതന്റിക് ആയിരിക്കും. സോ നമുക്കൊരു സ്പോട്ട് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പം ഒരു സാധനം വന്നിട്ടുണ്ട്. ടാക്കോസ് വന്നിരിക്കുകയാണ്. ടാക്കോസ് അങ്ങനെയൊന്നുമില്ല, സാധനം വന്നല്ലോ. അതിന് ചിക്കൻ ആണോ ബീഫാണോ? എങ്ങനുണ്ട്? ഇങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ.
കൊള്ളാം, pretty good. ഇപ്പൊ അടുത്ത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ചിക്കൻ. വാ, ചിക്കൻ നിറച്ച് ചിക്കൻ. അവിടെ നമ്മൾ ചിക്കനാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. What do you think? Chicken or beef? Which is better? I like chicken. You like chicken better? നമ്മള് ടാക്കോസിലെ കുറെ ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, വെജിറ്റബിൾസ്, തക്കാളി. This is more meat, guys. Also, this is good. This is better. And ഒരു ദിവസം ടാക്കോ ബെല്ലിൽ പോയി ടാക്കോ എന്നിട്ട് ഇതോട്ട് കമ്പയർ ചെയ്യാവുന്ന. ഇത് ആക്ച്വലി എനിക്ക് മീറ്റ് ആൻഡ് ടോർട്ടില്ലാസ്. എനിക്കിത് ആക്ച്വലി ബീഫിനെക്കാട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്തെന്തോ സോസ് ഉണ്ട്. ഫുഡ് ബ്ലോഗറാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. ഫുഡിന്റെ ABCD അറിഞ്ഞൂടാത്ത രണ്ടുപേരാണ് തിന്നുന്നത്. എന്തോന്നാ ഇത്? മറ്റേ കുലിക്ക് സർബത്ത് പോലത്തെ എന്തോ സാധനം. അല്ല, സീരിയസ്ലി ഇതെന്തോ അങ്ങനത്തെ സാധനമാണ്. നമ്മൾ അടുത്ത് ഇവിടെ എന്താണ് ട്രൈ ചെയ്യാൻ വന്നത്? ബീഫ് ബ്രിസ്ക്കറ്റിന്റെ ബണ്ണും പുൾഡ് പോർക്കിന്റെ ബണ്ണും. ഇത് കടയുടെ പേര് ദ ബിയർ ബോർ, വൈൽഡ് ബോർ ആണ് ഈ ഫുഡ് ട്രക്കിന്റെ പേര്. അപ്പം നമ്മുടെ ഫുഡ് എത്തിയിരിക്കുവാണ്. ഇതാണ് നമ്മുടെ ഫുഡ്. ഒന്ന് ഇത് പോർക്കാണോ ബീഫാണോ നോക്കുന്നത്, രണ്ട് സാധനമുണ്ട്. അതാണെന്ന് തോന്നുന്നു. പിന്നെ സൈഡായിട്ട് നമ്മൾ ഫ്രൈസും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വരാം. നമുക്ക് ട്രൈ ചെയ്യാം. ആദ്യം ഇത് ട്രൈ ചെയ്യുന്നത് ഞാൻ ഫ്രൈസ് എടുത്ത് നോക്കട്ടെ. കുഴപ്പമില്ല, ഫ്രൈസ് ഇസ് പ്രിറ്റി ഡീസൻറ്റ്. ഒരു വെറൈറ്റി ഫ്രൈസ് ആണ്. ഒരു നമ്മുടെ സ്ഥിരം ഫാസ്റ്റ് ഫുഡ് ഫ്രൈസ് പോലത്തെ അല്ല, ഒരു വേറെ കൊള്ളാം. പുൾഡ് പോർക്കിൻ്റെ ബൺ എന്ന് പറഞ്ഞൊരു സാധനമാണ്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ഇറ്റ്. വാട്ട് ഡു യു തിങ്ക്? അതാണ് പോർക്ക്. അപ്പം ബീഫാണ് ഞാൻ കഴിച്ചത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്വീറ്റ് ആണ്. ഇവിടെ കണ്ട പ്രൊഫഷണൽ ഫുഡ് ബ്ലോഗറിനെ പോലെ സംസാരിക്കുന്നു. ജ്യൂസിയാണ്, ടിൻഡർ ആണെന്നൊക്കെ. ടാമറിൻ പുളിവെള്ളം എന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെ പുളിമുട്ടയില്ലേ, സെയിം സോസ്, ഡിഫറെൻറ്റ് മീറ്റ്, അത്രേ ഉള്ളൂ. രണ്ട് സെയിം സാധനം തന്നെ. രണ്ടിൻ്റെയും സോസൊക്കെ സെയിം തന്നെ, ജസ്റ്റ് മീറ്റ് വേറെ ആണെന്ന്. രണ്ടും കൊള്ളാം. പോർക്കും ബീഫും രണ്ടും കൊള്ളാം, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇത് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ഫുഡ് സ്പോട്ടിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ബൈ. അതല്ലേ ഞാനും പറഞ്ഞു ചൂട് ഇവിടെ അടിക്കുന്നുണ്ടെന്ന്. ഹലോ ഗൈസ്, നമ്മൾ അതിനേശം ഫുഡ് ട്രക്ക് ഒന്നും ട്രൈ ചെയ്തില്ല. കാരണം നമ്മൾ കണ്ടല്ലോ ഇവിടെ പരിപാടി അടിപൊളിയായിരുന്നു. ഗ്ലാസ് ടൈഗർ എന്ന് പറഞ്ഞിട്ട് ഒരു ബാൻഡ് പെർഫോം ചെയ്തത്. ഭയങ്കര സംഭവം ബാൻഡാണ്. അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. അടിപൊളി പരിപാടിയായിരുന്നു. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. നമുക്ക് അതേപോലെ അവരെ പാട്ടുകളൊന്നും അറിഞ്ഞുകൂടാ, പക്ഷേ സ്റ്റിൽ വൈബായിരുന്നു. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല ഫൺ പരിപാടിയായിരുന്നു, എന്റർടൈനിങ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് ട്രക്സ് എല്ലാം അടച്ചു. അപ്പം നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് ഇങ്ങനെ പോകാനായിട്ട് ഇങ്ങനെ നടക്കുവാണ്. കാനഡ ഡേ വെൽ സ്പെൻഡ്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വ്ളോഗ് നമ്മളിവിടെ കൊണ്ട് എൻഡ് ചെയ്യുവാണ് ഗൈസ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക. താങ്ക് യു. അപ്പം സബ്സ്ക്രൈബ് ആദ്യത്തെ വീഡിയോയുടെ. ഓക്കെ, അപ്പം ശരി. അപ്പം നമ്മൾ അടുത്തൊരു വ്ളോഗിൽ കാണുന്നതായിരിക്കും. ദിസ് ഇസ് മീ അരുമ ലെജി സൈനിങ് ഓഫ്. മേഘ എം നായർ സൈനിങ് ഓഫ്. അപ്പം നമ്മൾ അടുത്ത വ്ളോഗിൽ കാണുന്നതായിരിക്കും. അപ്പോൾ ബൈ.